CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുന്നു. മാഷ സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തൊട്ടുപറയ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടി സമ്മേളനത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും തുടർഭരണമായിരിക്കുമോ രാഷ്ട്രീയ അജണ്ട സമ്മേളനത്തിൻ്റെ? കേരളത്തിലെ പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായി ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാര്യം തുടർഭരണം തന്നെയാണ്. അപ്പോൾ തുടർഭരണം എന്നിങ്ങനെ പറയാൻ മാത്രമല്ല, തുടർഭരണത്തിന് വേണ്ടിയുള്ള സംഘടനാപരമായ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും LDFനെ നയിക്കുക. അതിനെ സംബന്ധിച്ച് അതിപ്പോൾ കോൺഗ്രസ്സുകാർ അവരാണല്ലോ ഇപ്പോൾ അതിനെപ്പറ്റി മുഖ്യമന്ത്രിമാരെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമിലേക്ക് എന്നുള്ളതാണ്. അല്ലാണ്ട് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാലൻ അങ്ങനെ 3ാം സ്ഥാനത്ത് അടുത്ത ഗവൺമെൻറ്റിലേക്ക് എന്നുള്ളതല്ല. ഞങ്ങൾ കൃത്യമായിട്ട് കാണുന്നത് LDFൻ്റെ 3ാം ഗവൺമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. UDF അതിൽ ആരാണ് വേണ്ടത് എന്നൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കുകയുള്ളൂ. UDFനെ സംബന്ധിച്ച് 4-5 ഇപ്പം മാഷ് പറയാത്ത PK കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പേര് കുറേ ആളുകളുണ്ട്. പക്ഷേ LDFനെ സംബന്ധിച്ച് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഓപ്ഷൻ വേണ്ടപ്പെടില്ലേ? ഓപ്ഷൻ വേണ്ടു. അല്ലാണ്ട് ഇതിനാ ഓപ്ഷൻ വെറുതെ? ഓപ്ഷനെ പറ്റി ആലോചിക്കേണ്ട കാര്യം വരുന്നില്ല. അത് നോക്കട്ടെ, അത് വരട്ടെ. ഗവൺമെൻറ് ഭൂരിപക്ഷത്തിലേക്ക് വരികയും ഗവൺമെൻറ് ആര് നയിക്കണം തീരുമാനിക്കുകയും ചെയ്യും അന്നാണ് പാർട്ടി. ഇനിയൊരു മത്സരത്തിനില്ല എന്നൊക്കെ ഇടയ്ക്ക് ഒരു സൂചന വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ട് മുമ്പൊക്കെ. ഈ സഹാവ് പിണറായി വിജയനോ ഞാനോ സംസാരിക്കുന്നതല്ല. ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും അത് അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ബാധ്യതയും ചുമതലയുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമൊക്കെ ഒരു യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കാണാൻ പറ്റുമോ? മാറ്റം വരും, എല്ലാറ്റിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ ജില്ലാ കമ്മിറ്റിയിലൊക്കെ 12 സഖാക്കൾ വരെ പുതിയ കേഡർമാർ വന്നിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലും പുതിയ കേഡർമാരൊക്കെ വരും. പ്രായപരിധി കർശനമാക്കുമോ? കർശനമാക്കും, ഒരു വിട്ടുവീഴ്ചയില്ല. ഇല്ല. അതിനകത്ത് ഇപ്പം സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പം EP ജയരാജൻ്റെ കാര്യത്തിലും TP രാമകൃഷ്ണൻ്റെ കാര്യത്തിലും അവർ പാർട്ടി സമ്മേളന കാലയളവിൽ അവർക്ക് 75 വയസ്സാകുന്നില്ല. EPക്ക് മെയിലും TPക്ക് ജൂണിലുമാണ് ആവുക. ആ ഒരു ഇളവ് അവർക്ക് കിട്ടുമോ? അതായത് ഇളവിലെ കാര്യം ഇല്ലല്ലോ. ഞങ്ങൾ ഈ 75 വയസ്സ് പൂർത്തിയായ വരെയാണ് ഒഴിവാക്കുക. പോരെ, പിന്നെ ഇതിന് വെറുതെ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് മാത്രമല്ല, ആർക്കും. സമ്മേളനം തുടങ്ങുന്ന സമയത്ത് 75 കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യം പോലും ഇല്ല. ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഇന്നയാൾ നിന്നുള്ള പ്രശ്നം നമ്മൾ എടുക്കുന്നില്ല. 75 വയസ്സ് പൂർത്തിയാവാത്ത, നിലവിൽ പൂർത്തിയാക്കാൻ മാസങ്ങളോ അതിന് കൊല്ലങ്ങളോ ഒക്കെ ബാക്കിയുള്ളവരൊക്കെ എടുക്കും. പക്ഷേ 75 വയസ്സ് ആയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നിലനിർത്തിക്കൊള്ളൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടല്ലേ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളെടുക്കുക. തുടർഭരണം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ 2 ടേം കർശനമാക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20-25 ഇടയിലുള്ള MLA മാർക്ക് അടുത്ത തവണ മത്സരിക്കാൻ പറ്റില്ല. അപ്പം ആ 2 ടേമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും? ടേമൊന്നും ഞങ്ങളിപ്പം മാറ്റാൻ തീരുമാനിച്ചിരുന്നില്ല. ടേമിനെ പറ്റിയൊന്നും ഞങ്ങളിപ്പോൾ ഭരണത്തിൻ്റെയോ തിരഞ്ഞെടുപ്പിൻ്റെയോ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. അത് മറ്റവർ ആലോചിക്കണ്ടേ, അവരാലോചിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല. മാഷിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വന്നയാളാണ്. അതിനുശേഷമുള്ള ആദ്യ സമ്മേളനമാണ് നടക്കുന്നത്. സമ്മേളനത്തിൻ്റെ സെക്രട്ടറി ആയി കൂടി മാഷ് വരും എന്ന് പല കോണുകളിൽ നിന്ന് പറയുന്നുണ്ട്. പാർട്ടിയാ തീരുമാനിക്കുക ആര് സെക്രട്ടറി ആവണം, ആര് സെക്രട്ടറി ആവണം എന്നല്ല പാർട്ടി സമ്മേളനം തന്നെ തീരുമാനിക്കുന്നതാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനമാണ് തീരുമാനിക്കുക. സമ്മേളനം തീരുമാനിക്കും ആരാണ് സെക്രട്ടറി ആവേണ്ടത്, ആരാണ് സെക്രട്ടേറിയറ്റ് ആവേണ്ടത്, ആരാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സമ്മേളനത്തിൻ്റെ ഭാഗമായും അനുബന്ധമായിട്ടുമാണ് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാൾ അടിസ്ഥാനത്തിലല്ല തീരുമാനം വരുന്നത്. കൊച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു നയരേഖ കൊല്ലം സമ്മേളനത്തിലും ഉണ്ടാകും. അതുപോലെ എന്ന് പറയുന്നത് ശരിയില്ല. ആ നയരേഖ എന്താണ്? നവകേരളം, അതിൻ്റെ പ്രവർത്തന പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഇപ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിച്ച നയരേഖയുണ്ടല്ലോ, ആ നയരേഖ ഈ 3 കൊല്ലക്കാലം കൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ മേഖലകളാകെ അത്രത്തോളമാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി
അടിസ്ഥാനപരമായിട്ട് നേരത്തെ പറഞ്ഞ രേഖയിൽ നിന്ന് ഇനി എത്രത്തോളം നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ ഒരു ഭൂതകാലവും വർത്തമാനവും ഭാവിയും ഒരു ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭാവി കേരളത്തിന് വേണ്ടി പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കുമോ? ഞങ്ങൾ പ്രത്യയശാസ്ത്ര കടുംപിടുത്തം എന്ന് പറയുന്നതിന് തെറ്റായ പ്രയോഗമാണ്. CPIM-ൻ്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നതല്ല ഇടത് പക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗവൺമെൻറ്റും, അതായത് ഞങ്ങളെ ഗവൺമെൻറ്റാണല്ലോ, ഞങ്ങൾ പറയാമല്ലോ, ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും രണ്ടും ഒന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. കാരണം അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിലെ രണ്ടാം കക്ഷിയായ CPIയുടെ എതിർപ്പ്? ഒരു എതിർപ്പില്ല, നല്ല യോജിച്ചാണ്. ബ്രൂവറി പ്രശ്നം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തോടും കൃത്യമായിട്ടുള്ള യോജിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അല്ലാണ്ട് അതിൽ പാർട്ടിയല്ല, മുന്നണിയാണ്. ഒരു എതിർപ്പും ഇല്ല. സ്വകാര്യ സർവകലാശാല സർവകലാശാലയിലില്ല. ഞങ്ങൾ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരല്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ സ്വകാര്യ സർവകലാശാലയിലൂടെ കേരളീയ സമൂഹത്തിൻ്റെ വിജ്ഞാന തീഷ്ണ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ CPIM ആയാലും CPI ആയാലും ഇവിടെ സ്വകാര്യ സർവകലാശാല വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങളുടെ ഷീട്ടില്ലാണ്ട് തന്നെ, കേരളത്തിൻ്റെ ഷീട്ടില്ലാണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയും പേരും വിദേശ യൂണിവേഴ്സിറ്റിയും പേരും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുഴുവൻ കാര്യം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമുക്ക് ഫലപ്രദമായി കേരളത്തിൽ തന്നെ ഗവൺമെൻറ് തന്നെ സംവരണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ കുറേയും കൂടി സ്വാധീനം ചെലുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് കണ്ടപ്പോഴാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാണ്ട് കാര്യം ഞങ്ങളുടെ നിലപാടല്ല അത്, CPM-ൻ്റെ നിലപാടുമല്ല. ഗവൺമെൻറ്റിന് പരിമിതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലയനം കുറേയായി CPIയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് ഉടനെ എങ്ങനെ നടക്കാൻ സാധ്യതയുള്ളൂ? ഒരു സാധ്യതയില്ല. അതെന്തുകൊണ്ടാണ്? ഇല്ലായിട്ട് പിന്നെ എങ്ങനെ നടക്കുക? അവർക്കിത് അറിഞ്ഞിട്ടും ഇപ്പം മിനിഞ്ഞാന്ന് ബിനോയ് വിശ്വം പറഞ്ഞു, ഞാൻ മറുപടിയും പറഞ്ഞു എറണാകുളത്ത്. അല്ല, അവർക്കറിയില്ലേ നടക്കില്ല? അവർക്ക് പറയാം, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതവരോട് ചോദിക്കേണ്ടിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു പാർട്ടി എന്ന രീതിയിൽ രണ്ട് പാർട്ടി ഒറ്റ പാർട്ടിയായിട്ട് പോകുക എന്നുള്ളതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. എപ്പോഴെങ്കിലും നടന്നുകൂടായിയൊന്നുമില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫാസിസ്റ്റ് സർക്കാരല്ല മോദി സർക്കാർ എന്ന പാർട്ടി നയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ഫാസിസ്റ്റ് ആണെന്നാണോ? നിങ്ങളെ ഇത് ചോദിക്കുന്ന ആളെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ ഇന്ത്യയിൽ ഇപ്പോഴും ഫാസിസം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ നിങ്ങൾ തമ്മിൽ ചർച്ച ഉണ്ടാവുമോ? അടിയന്തരാവസ്ഥ മാത്രമല്ല, അടിയന്തരാവസ്ഥേൻ്റെ അപ്പുറത്തല്ലേ ഫാസിസം എന്ന് പറഞ്ഞാൽ. അടിയന്തരാവസ്ഥ പോലും ഞങ്ങൾ ഫാസിസം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ അർദ്ധ ഫാസിസമാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ച് ഭരണകൂടത്തിൻ്റെ സർവ്വതല ശക്തികളെയും കയ്യിലൊതുക്കി പ്രതിപക്ഷത്തെയും ജനങ്ങളെയും ഗ്യാസ് ചാമ്പറിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതാണ് ക്ലാസിക്കൽ ഫാസിസം. അതാണോ ഇന്ന് കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്? അതിനോട് യോജിപ്പ് CPIക്ക് ഉണ്ടാവില്ല, അതൊരു വേറെ പാർട്ടിയല്ലേ. അതിനോട് യോജിപ്പ് CPM-ൽ ഉണ്ടാവില്ല, അത് വേറൊരു പാർട്ടിയല്ലേ. അവരുടേതായ നിലപാട് പറയും, ഞങ്ങളുടേതായ നിലപാട് പറയും. ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല, ഇനി മാറ്റൂല. ഫാസിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹിറ്റ്ലറിൻ്റെ കാലം. അതാണ് ക്ലാസിക്കൽ ഫാസിസം. അപ്പോൾ അതില്ലാന്ന് ഉറപ്പല്ലേ? ഹിറ്റ്ലറിൻ്റെ ഇല്ല, ഉണ്ടാ ഇല്ല. LDF-ലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ കേരള കോൺഗ്രസിനെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അവർ നമുക്കൊപ്പം തന്നെ നിൽക്കും, ഉറപ്പായും, ഒരു സംശയമില്ല. എന്ത് കളി കളിച്ചാലും കളിച്ചാലും. ഒരിടയ്ക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു മുസ്ലിം ലീഗിനെ LDF-ന്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒരു നീക്കവും നടത്തിയില്ല. ചർച്ചകൾ നടന്നതിന് ആരാ ഉത്തരവാദി? ഞങ്ങൾ ഒരു തരത്തിലുള്ള നീക്കം നടന്നില്ല. കാരണം UDF എന്ന് പറയുന്നത് ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ രാഷ്ട്രീയമായൊരു കൂട്ടുകെട്ടായത്, അല്ലാണ്ട് കേവലമായിട്ടൊരു ആൾക്കൂട്ടല്ല. ഒരു രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിയുടേതായ നിലപാടുകളും ഏറ്റവും ശരിയായ സമീപനമുണ്ട്. അതിൽ നിന്ന് മാറി അവരുടെ നിലപാട് സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുണ്ട് എങ്കിൽ അന്നേരം ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ. ആശാസമരം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത്. ആശാസമരം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിന് ആൾക്കാർക്ക് തറക്കുള്ളത്. ആശാസമരം പോലുള്ള സമരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവരുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത്. സർക്കാർ ഒരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് മുമ്പേ തയ്യാറുണ്ടായിരുന്നല്ലോ. ചർച്ച നടത്തിയിരുന്നല്ലോ അവരുമായിട്ട്. ഇനിയും ചർച്ച നടന്നില്ല, അയക്കാതെ തടസ്സമുള്ളത്. സമരത്തിന് ഞങ്ങൾ തരില്ല.
ആശാ വർക്കർ ഉൾപ്പെടെയുള്ള ഈ ദുർബല ജനവിഭാഗങ്ങളുടെ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് CPIM നിലപാട്. പക്ഷേ ഇവിടെ സമരം നയിക്കുന്ന ചില ആളുകളുണ്ട്. അവർ കേരളത്തിലെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സമീപനമുള്ളവരാണ്. SDPI അതാണ്, ജമാഅത്ത് ഇസ്ലാമി അതാണ്. പിന്നെയുള്ള അധികമൊന്നും പറയാനുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ പറഞ്ഞിട്ട് അവർ വലിയ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. SDPIക്കും വെൽഫെയർ പാർട്ടിക്കും മാഷും അല്ലെങ്കിൽ CPIM-ഉം ആവശ്യമില്ലാത്തൊരു വിസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അവരിപ്പം അവരുടെ രണ്ടിലെയും ഈ മുസ്ലിം സമുദായത്തിന് അകത്തെ ആ പാർട്ടികളുടെ അല്ല ആ സംഘടനയുടെ പ്രാതിനിധ്യം നോക്കിയാൽ ഒരു 1% പോലും. പക്ഷേ അത് വിഷമല്ലേ? നിങ്ങൾ ഈ അറബിക്കടലിൽ വലിയ വെള്ളമല്ലേ, ചെറിയ ഈ വിഷം കലക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാ മീനും ചത്തുപോയില്ലേ? അതുപോലെയാണ് സംഭവം. അത് എത്ര ശതമാനമുള്ളതൊന്നുമല്ല, അത് വിഷമാണ്, കൊടും വിഷം. ഒന്ന് RSS ആണ്, മറുഭാഗത്ത് അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഒരു ഭീകരവാദ നിലപാട് സ്വീകരിക്കുന്നവരാണ് SDPI. അത് ശതമാനം അത്ര നോക്കിയിട്ടല്ല. ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി പല ഘട്ടത്തിലും രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും ഉണ്ടാക്കിയില്ല, വെറുതെ പറഞ്ഞാണ്. അതൊക്കെ ഇങ്ങനെ വെറുതെ കളവ് പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തവരാണല്ലോ ഇവരെല്ലാം ഓരോരുത്തരും. അതിൽ ഞങ്ങൾക്ക് അവരായി ഒരു രാഷ്ട്രീയ മുന്നണി ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയില്ല, ഇനിയും ഉണ്ടാക്കുകയും ചെയ്യില്ല. പാർട്ടിക്ക് പറ്റിയ ഒരു വലിയ തെറ്റാണോ PV അൻവർ? ഒന്നുമല്ല, തികച്ചും ശരിയാണ്. ശരിയായ നിലപാടായിരുന്നു പാർട്ടി എടുത്തത്. ഇപ്പോൾ അല്ല, നേരത്തെ എടുത്തതോടെ അയാളെ സ്ഥാനാർത്ഥിയാക്കിയതും ജയിപ്പിച്ചതും ഒക്കെ ശരിയാണ്. പിന്നെ എവിടെയാണ് തെറ്റിയത്? തെറ്റ് അയാൾ പോയത്, അയാൾ കാലം മാറി. പിന്നെ ഞങ്ങൾക്ക് തെറ്റ്, അയാൾക്കല്ലേ തെറ്റ്. അയാളിപ്പോൾ അതിലേക്ക് DMK പോയി, DMK പറ്റാത്തപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോയി, ഇപ്പോഴും മാപ്പപേക്ഷിച്ച് UDF കയറാൻ നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇയാൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, UDF പറ്റുള്ളൂ. UDF ഇവരെല്ലാം പോകുന്നത്, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഇയാൾ UDF ആയിരുന്നില്ലേ, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നില്ലേ? അവിടെ നിന്ന് അവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റ് കിട്ടി. അത് തെറ്റാ? പിന്നെ അയാൾ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ പോയിട്ട് അവിടെയില്ല ഇവിടെയില്ല എവിടെയും കൃത്യമായി കിട്ടാതിരിക്കുമ്പോൾ തോന്നിയ അവസരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ.